AK ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഒരു കാര്യവും NCP നടക്കുന്നു. തോമസ് NCPയുടെ ദേശീയ അധ്യക്ഷനെ കാണുന്നതും സംസാരിക്കുന്നതും ഒരു തരത്തിലും അച്ചടക്കനെ കാണുന്ന പാർട്ടിയിൽ നിൽക്കുന്നതാണ്. അദ്ദേഹം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിന് അഖിലേന്ത്യാ പ്രസിഡന്റുമായി കാണാനും പല കാര്യങ്ങൾ സംസാരിക്കാനും തികച്ചും സൗഹൃദ സന്ദർശനം നടത്താനുമുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യമാണ്. അതിൽ മറ്റൊന്നും പൊതുവായിട്ടില്ല. എന്ന് മാത്രമല്ല, 2 മാസം മുമ്പ് മതസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ ശരത് പവാർ ഞങ്ങളെ 3 പേരെയും വിളിപ്പിച്ചിരുന്നു. 2 MLA-മാരെയും സംസ്ഥാനത്ത്. അന്ന് അത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ആശയവിനിമയം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ CPM കേന്ദ്ര നേതാക്കളോട് ആശയവിനിമയം നടത്താമെന്ന് പവാർജി അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ്, അവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ കാര്യം നീണ്ടുപോയത്. അത് ഇന്നലെയാണ് നടന്നത്. ഈ 2 സമുന്നത നേതാക്കന്മാരും തമ്മിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല. എനിക്ക് തീരെ അറിയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ തമ്മിൽ സംസാരിച്ചതാണ്. അത് സ്വകാര്യ സംഭാഷണമാണ്. ആ സ്വകാര്യ സംഭാഷണത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് മറ്റാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളോടും വിശദീകരിച്ചിട്ടില്ല. മാധ്യമങ്ങൾ കാണുന്നത് അദ്ദേഹം ആ കാര്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് സംസാരിച്ച വിവരം അറിയിക്കാം എന്ന് പറഞ്ഞതായിട്ടാണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ ഏതായാലും സംസാരിച്ചിട്ട് കാര്യം വിവരം അറിയിക്കാമെന്ന് പറയുന്നത് അസ്വാഭാവികമായി ഒന്നുമില്ല. ഈ തീരുമാനം 1.5 മാസം മുമ്പേ നമ്മൾ എടുത്തതിന് ശേഷവും കേരളത്തിൽ അത് ചർച്ചാ വിഷയമാക്കിയത് ഒരു നല്ല കാര്യമായിരുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാം. എൻ്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തോമസിന് മന്ത്രിയാകാൻ ഞാനെതിരല്ല. ഞാനൊരു തടസ്സവുമാവുകയില്ല. പക്ഷേ അതിനുള്ള ചില പ്രയാസങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചയിലും ഞാൻ രാജിവെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. മിനിയാന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഈ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ മാറുന്നത് തോമസിന് മന്ത്രിയാകാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമാവുകയില്ല എന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിക്കാൻ ഈ സന്ദർഭത്തിൽ ശ്രമിക്കുകയാണ്. തോമസിനെ കുറ്റപ്പെടുത്താൻ മാത്രം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയല്ലേ വേണ്ടുള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കേന്ദ്ര നേതൃത്വത്തിന് അങ്ങനെ തീർന്നു അത് നടപ്പിലാക്കേണ്ടതാരാണ്? അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അല്ല, മുഖ്യമന്ത്രിക്കല്ല. എൻ്റെ അല്ലല്ലോ പ്രശ്നം. തോമസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ധാരണ, അല്ല മന്ത്രിസഭയിൽ അംഗമാക്കാനുള്ള ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ? ഞങ്ങൾ 3 പേരും പോയി മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടിയുടെ ആഗ്രഹം അറിയിച്ചല്ലോ. അറിയിച്ച ഘട്ടത്തിൽ അദ്ദേഹം വിയോജിപ്പുകൾ പറഞ്ഞു. ആ വിയോജിപ്പുകൾ മനസ്സിലാക്കിയതിന് ശേഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണമെന്ന് ശരത് പവാർ ഞങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശരത് പവാറിനോട് മുഖ്യമന്ത്രിയുടെ നിലപാട്. മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. NCPയിലെ മന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരണം. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളില്ല. പവാറിനെ നേതാക്കൾ കണ്ടത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.